2026 തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ മണ്ഡലങ്ങളും ഒരു പ്രയോറിറ്റി ബേസ് എടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വിശകലനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ തെക്കൻ ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന കാട്ടാക്കട നിയോജക മണ്ഡലമാണ് നമ്മൾ ഇന്ന് പരിഗണിക്കുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം UDF പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേസമയം എന്താണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലൊരു ഡേറ്റ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ഡേറ്റ പറഞ്ഞു തരാം. അതായത് അവിടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തുണ്ട്, അതിപ്പോഴും LDF തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷേ BJPയും കോൺഗ്രസും വലിയ മുന്നേറ്റം ആ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മലയൻകീഴ് എന്ന് പറയുന്ന പഞ്ചായത്തിലും ഈ പറഞ്ഞതുപോലെ വലിയ മുന്നേറ്റം UDFും BJPയും ഉണ്ടാക്കിയിട്ടുണ്ട്. മാറനല്ലൂർ BJPയാണ് ഭരിക്കുന്നത്, വിളപ്പിലും BJPയാണ് ഭരിക്കുന്നത്, വിളവൂർക്കലും പള്ളിച്ചലും CPM ആണെങ്കിലും വലിയ മുന്നേറ്റം മറ്റവരുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം വളരെ വലിയ തോതിൽ കേരളത്തിൽ കിടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ പല ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ വിഷയത്തിൽ, DA കൊടുക്കാത്തതിൻ്റെ വിഷയത്തിൽ, അതുപോലെ പരമ്പരാഗത തൊഴിലാളികളെ കാണാത്ത വിഷയത്തിൽ, ആശാ വർക്കേഴ്സ് അംഗനവാടിക്കാരെ കാണാത്ത വിഷയത്തിൽ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി സമയത്ത് കൊടുക്കുക, അങ്ങനെ ഒത്തിരി ആൻറ്റി ഇൻകംബൻസ് പരിപാടികൾ ഉണ്ട്. അതുമാത്രമല്ല, കാട്ടാക്കടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാട്ടാക്കടയിൽ മലയൻകീഴ് നേരത്തെ മത്സരിച്ച വേണുഗോപാൽ ആണോ മത്സരിക്കുന്നത്, അതോ ശക്തനാണോ വീണ്ടും മത്സരിക്കുന്നത് എന്നുള്ളൊരു തർക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഇതിൽ ആരായിരിക്കും നമുക്കറിയത്തില്ല, വളരെ കൃത്യമായ നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കാട്ടാക്കട നിയോജകമണ്ഡലം UDF പിടിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നു. കാരണം PK കൃഷ്ണദാസ് അവിടെ ഉണ്ട്. PK കൃഷ്ണദാസ് കഴിഞ്ഞ കാലങ്ങളെക്കാൾ നല്ല വോട്ട് ഇപ്രാവശ്യം പിടിച്ചിരിക്കും. ആ വോട്ട് കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്നാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം CPMൽ നിന്നും കൃഷ്ണദാസ് വോട്ട് പിടിക്കും. പക്ഷെ കൃഷ്ണദാസ് ജയിക്കാൻ കഴിയില്ല, കാരണം 2 പഞ്ചായത്തെ കയ്യിലുള്ളൂ, മാറനല്ലൂരും വിളപ്പിൽ പഞ്ചായത്തുകളെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജയിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ വലിയ വോട്ട് മുന്നേറ്റം PK കൃഷ്ണദാസ് അവിടെ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഫലം കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനാണ് ഇപ്രാവശ്യം കാട്ടാക്കട എന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലത്തിലും എവിടെ ആര് എന്ത് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഏറ്റവും ഗ്രൗണ്ടിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ IB സതീഷ് 2 പ്രാവശ്യം ആയി അവിടെ മത്സരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ. അപ്പോൾ 2 പ്രാവശ്യം ആയതുകൊണ്ട് ഇനി 2 പ്രാവശ്യം ആയവർക്ക് സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ IB സതീഷിന് സീറ്റ് കിട്ടത്തില്ല. അതേസമയം CPMൻ്റെ ഇപ്പോഴുള്ള തീരുമാനമായി മനസ്സിലാക്കുന്നത് 2 പ്രാവശ്യം ആയിട്ടുണ്ടെങ്കിലും കുറച്ച് ഇമേജൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള MLA മാർക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കാട്ടാക്കടയിൽ ജലസമൃദ്ധിയും പല പരിപാടികളൊക്കെ ചെയ്ത് PR വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് IB സതീഷ്. അങ്ങനെയാണെങ്കിൽ IB സതീഷിന് തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി IB സതീഷിനല്ല എങ്കിൽ മറ്റു ചില ചരടുവലികളും കാട്ടാക്കടയിൽ നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നടക്കുന്ന ഒരു ചരടുവലി, ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഗിരിയെ മത്സരിപ്പിക്കണം എന്നൊരു ടീം അവിടെ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് ആക്കാനൊക്കെ തീരുമാനിച്ചാണ് നേരത്തെ, അത് നടന്നില്ല. അപ്പോഴൊരു അനിൽകുമാറാണ് അവിടെ പ്രസിഡന്റ് ആയത്. അമച്ചൽ വാർഡിൽ നിന്നൊക്കെ ജയിച്ചിരുന്ന അനിൽകുമാറാണ് അവിടെ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ അത് നടന്നില്ല. പിന്നെ ഈ ഗിരിയെപ്പോലെ തന്നെ, ഏരിയ സെക്രട്ടറിയുള്ള ഗിരിയെപ്പോലെ തന്നെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ മെമ്പറായിരുന്നു, പിന്നെ പ്രസിഡന്റായി, ബ്ലോക്ക് മെമ്പറായിരുന്നു, ഒക്കെ ആയി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമോ എന്നുള്ളൊരു ഇതൊക്കെ വന്നു. പക്ഷേ വേറെ ജനതാദളിനോ മറ്റോ സീറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ കാട്ടാക്കടയിൽ അനിൽകുമാർ മത്സരിച്ചില്ല. അനിൽകുമാറും ഈ പറഞ്ഞതുപോലെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ ചർച്ചയിലുണ്ട്. അപ്പോൾ അനിൽകുമാർ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും നേരത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറും ഒക്കെ ആയിരുന്നു, ആമച്ചൽ വാർഡ് മെമ്പറും ഒക്കെ ആയിരുന്നു അനിൽകുമാറും ഒരു കാൻഡിഡേറ്റ് ആണ്. അനിൽകുമാറായിരിക്കും ചിലപ്പോൾ CPMൻ്റെ കാൻഡിഡേറ്റ്. ഇനി വേറെയും അവിടെ നടക്കുന്ന അടുത്തൊരു ചലനം, സ്റ്റീഫൻ എന്ന് പറയുന്ന മുൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുവിക്കരയിൽ ശബരിനാഥിനെ തോൽപ്പിച്ചു. പക്ഷേ അത് 1 പ്രാവശ്യം തോൽപ്പിച്ചുള്ളൂ, 2ാം തവണ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2ാം തവണ ഇനി അരുവിക്കരയിൽ തന്നെ സ്റ്റീഫന് കൊടുക്കുമോ? പക്ഷേ സ്റ്റീഫൻ്റെ മനസ്സിലിരിപ്പ് കാട്ടാക്കടയാണ്. കാരണം അതേ കുറച്ചുകൂടി വൈകാരികവും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുള്ളത് കാട്ടാക്കടയിലാണ്. അപ്പോൾ കാട്ടാക്കടയിൽ മത്സരിക്കണം എന്നുള്ള നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ കാട്ടാക്കടയിൽ IB സതീഷ്, അതുപോലെ തന്നെ VV ഗിരി, പിന്നെ V ഗിരിയാണ്, ഒരു ഗിരിയാണ്,
ഇനിഷ്യലി കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ഒരു ഗിരി, അനിൽകുമാർ, സ്റ്റീഫൻ, ഇവരിൽ ആരായിരിക്കും കാട്ടാക്കട നിൽക്കുക എന്നറിയില്ല. BJP സംബന്ധിച്ചിടത്തോളം PK കൃഷ്ണദാസ് തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള. കൃഷ്ണദാസ് ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്യും, അതിനകത്ത് തർക്കമില്ല. നല്ലൊരു ശതമാനം വോട്ട് BJP പിടിക്കും, ജയിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ പിന്നെ കൃഷ്ണദാസ് വോട്ട് പിടിച്ചാൽ അത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല പിടിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം CPM-ൻ്റെയും കൂടി വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. നാടാർ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രബല സമുദായമാണ്. അതിനകത്ത് പോലും വലിയ ഒരു വിള്ളലുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാട്ടാക്കടയിൽ കോൺഗ്രസ് ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റൊരു ട്രെൻഡ് കേരളത്തിൽ കിടപ്പുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും അതിൽ കേരളത്തിലൊരു UDF ട്രെൻഡ് കാറ്റ് വന്നു കഴിഞ്ഞു. ആ കാറ്റിൻ്റെ അലകൾ തീർച്ചയായിട്ടും കാട്ടാക്കടയിൽ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ കാട്ടാക്കട തീർച്ചയായിട്ടും ഈ കൊടുങ്കാറ്റ് പോലെ അല്ലെങ്കിൽ സംസ്ഥാനത്താകെ രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി കാട്ടാക്കടയിലേക്ക് പോയാൽ അവിടെ തീർച്ചയായിട്ടും UDFൻ്റെ കാൻഡിഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ശക്തൻ അവിടെ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുത്തകയായി അത് CPM-ൻ്റെ മണ്ഡലമൊന്നുമല്ല, മാറി തിരിഞ്ഞുമൊക്കെ ആളുകൾ ജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ശക്തനാണോ വേണുഗോപാലാണോ ഇനി അതോ പിന്നെ നമ്മുടെ മണക്കാട് സുരേഷ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. CPM കോൺഗ്രസ് വെച്ചാൽ പല ആളുകളുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു സുബ്രഹ്മണ്യനുണ്ട്, വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു, നേരത്തെ വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ആയിരുന്നു സുബ്രഹ്മണ്യനുണ്ട്, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്. അങ്ങനെ പിന്നെ രാമുണ്ട്, രാമു മത്സരിക്കാൻ സാധ്യതയില്ല, കട്ടാക്കട രാമുണ്ട്. അങ്ങനെ ഒത്തിരി കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ പിന്നെ ഇവരാരെങ്കിലും ആയിരിക്കുമോ അതോ ഇനി ശിവകുമാർ അങ്ങോട്ട് പോയി മത്സരിക്കുമോ? നെയ്യാറ്റിങ്കര സനൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആ ഭാഗത്തുള്ള നെയ്യാറ്റിങ്കര സനൽ മത്സരിക്കുമോ? അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. ഏത് പേര് മത്സരിച്ചാലും കോൺഗ്രസ്സിന് നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ ആരെങ്കിലും നിന്ന് മത്സരിച്ചാൽ വീണ്ടും CPM ആയിരിക്കും ജയിക്കുക. നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയാൽ തീർച്ചയായിട്ടും കാട്ടാക്കടയിൽ വലിയൊരു സാധ്യതയാണ് കോൺഗ്രസിനെ കാത്തു നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ മണ്ഡലങ്ങളായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കാട്ടാക്കടയിൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു ട്രെൻഡ് ഇനി മാറാം. വരുന്ന മാസങ്ങളിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാസങ്ങളിൽ ഒത്തിരി ചർച്ചകൾ വരാം. ആളുകൾ കാൻഡിഡേറ്റിനനുസരിച്ച് കാര്യങ്ങൾ മാറാം, എല്ലാം സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന ഫീൽഡ് തല ട്രെൻഡ് എന്ന് പറയുന്നത് നല്ലൊരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ, വളരെ പ്രമുഖനായിട്ടുള്ള അല്ലെങ്കിൽ മണ്ഡലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ കാട്ടാക്കട പ്രദേശം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലം UDFന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം LDFന് കിട്ടിയ ഒരു മണ്ഡലമാണ്. നേരത്തെ ശക്തൻ ഇന്നവിടെ നിന്ന് MLA ആയിരുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും അവിടെ നടക്കുക. ഇനി നെയ്യാറ്റിങ്കര, പാറശാലയൊക്കെ ഉണ്ട്, അതെല്ലാം LDF ബെൽറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെയ്യാറ്റിങ്കര ഇതിനിടയിൽ ഒരു UDF ബെൽറ്റിലേക്കും പോയിരുന്നു, സെൽവരാജ് പോയിരുന്നു, ഒരു UDF ബെൽറ്റിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ സുന്ദരൻ നാടാർ ജയിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ പല സ്ഥലത്തിൽ അവിടെ ഉണ്ട്. പിന്നെ കോൺഗ്രസ്, പിന്നെ രഘുചന്ദ്രപാൽ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കോൺഗ്രസ്സുകാരും വന്നിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. അതൊരു ആ ബെൽറ്റിൽ നിന്ന്, തെക്കൻ ബെൽറ്റിൽ നിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട നിയോജകമണ്ഡലം. അവിടെ നിന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ് ആയിരിക്കും ഇപ്രാവശ്യം ജയിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ.